വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ഓയിലാണ്. അത് നിങ്ങൾക്ക് പോയി നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ. അത് നമ്മുടെ ലിങ്കിൽ താഴെ വന്നിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലായിട്ട് ലിങ്കായിട്ട് കൊടുത്തേക്കാം. അല്ലെങ്കിൽ നമ്മുടെ ചാനൽ ഡയറക്റ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ ഹെയറിൽ വന്നിട്ട് ഓയിൽ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ ആ ഓയിൽ ഇപ്പം ഞാൻ പറഞ്ഞ രീതിക്ക് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ അപ്ലൈ ചെയ്യാം. ഏത് ഓയിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾ വന്നിട്ട് എന്താ ചെയ്യുക, നമ്മുടെ ഹെയറിൽ ആ ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നല്ല രീതിക്ക് ഒരു മസാജ് കൊടുക്കുക കേട്ടോ. നിങ്ങൾ ഈ മസാജ് ചെയ്യാതെ വിട്ട് കളഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹെയറിലേക്ക്, അതായത് നമ്മുടെ സ്കാൽപ്പിലേക്ക് ആ ഓയിൽ നല്ല രീതിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഹെയർ സ്കാൽപ്പിൽ നിന്നാണ് നമുക്ക് ഗ്രോത്ത് വരുന്നത്, അല്ലാതെ ഒരിക്കലും നമ്മുടെ ഹെയർ ടിപ്പിൽ നിന്നല്ല ഗ്രോത്ത് ഉണ്ടാകുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ നമ്മുടെ മുടിയിൽ സ്പ്ലിറ്റൻസും കാര്യങ്ങളും ഒക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക, ഈ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ നമ്മുടെ സ്കാൽപ്പിൽ മാത്രം ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് മസാജ് ചെയ്താൽ പോരാ. എന്ത് ചെയ്യണം,